ബീഫിന്റെ സ്ട്രിപ്സ് ഒക്കെ ചേർത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി പാസ്ത റെസിപ്പി പറയട്ടെ. വലിയൊരു പീസ് ബീഫ് എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ബീഫ് ഇതേപോലെ നീളത്തിലുള്ള സ്ട്രിപ്സുകളായി കട്ട് ചെയ്ത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, സോയാ സോസ്, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച ശേഷം ഉപ്പ്, പാസ്ത നന്നായി വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ചേർത്ത് ബട്ടർ ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത ബീഫ് 2 സൈഡും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. പാസ്ത റെഡിയാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ നന്നായി ചൂടായ ശേഷം ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ കളർ മാറിയ ശേഷം അതിലേക്ക് മുളക് പൊടി, ചില്ലി പാപ്രിക്ക, ഒറിഗാനോ, കുരുമുളക് പൊടിച്ചത്, ഉപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അതിന്റെ പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ബോയിൽ ചെയ്ത് മാറ്റി വെച്ച പാസ്ത കൂടി ചേർത്ത് കൊടുക്കണം. പാസ്ത മസാലയിൽ നന്നായി മിക്സ് ആക്കിയ ശേഷം മൊസറല്ല ചീസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റാം. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ബട്ടർ എടുത്ത് അതിലേക്ക് സോയ സോസ്, കുറച്ച് ഹണി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച ബീഫിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സർവിംഗ് ബൗളിലേക്ക് കുക്ക് ചെയ്ത് വെച്ച പാസ്ത, അതിൻ്റെ മേളിലേക്ക് കുറച്ചുകൂടി മൊസറല്ല ചീസ്, അതിൻ്റെ മേളിലേക്ക് ബീഫ് സ്ട്രിപ്സ് കൂടി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇതുപോലെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.